അപ്പോൾ പി സി ബിയിലത്തെ കസ്റ്റം കമ്പൗണ്ട് ഡിസൈനിങ് അതെങ്ങനെ ഡിസൈൻ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് എടുക്കുക, പേരടിക്കുക, നെക്സ്റ്റ് എടുക്കുക, ഇനിയിപ്പോൾ ഇതിൻ്റെ സ്കീമാറ്റിക്കിൽ പോകാൻ കമ്പൗണ്ട്സ് എടുക്കുക, ലിസ്റ്റ് എടുക്കുക. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചിട്ടാണ് ഇത് എടുക്കാൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ അഞ്ച് പിന്നുള്ള ഐ സി ആണെങ്കിൽ 5 പിന്നുള്ള ഐ സി എടുക്കുക. കണക്ടേഴ്സ് ആയിരിക്കും നല്ലത്, ഏറ്റവും ബെസ്റ്റ്. കണക്ടേഴ്സിൽ പോയിട്ട് ഇപ്പോൾ 5 പിന്നിൻ്റെ ആണെങ്കിൽ 5 പിന്നിൻ്റെ എടുക്കുക. 5 പിന്നിൻ്റെ ഉണ്ട്. ഇപ്പോൾ 10 പിന്നിൻ്റെ ആണെങ്കിൽ 10 പിന്നിൻ്റെ എടുക്കുക. ചിലപ്പോൾ 32 പിന്നിൻ്റെയൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ ആയിരുന്നില്ല, 32 പിന്നായിരുന്നു. അപ്പോൾ 32 പിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ 18 പിന്ന് എടുക്കുക. അതിൽ ഈ ലാസ്റ്റത്തെ 2 പിന്ന് കളയുക. എന്നിട്ട് ഈ 16 പിന്ന് കോപ്പി ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് വെച്ചിട്ട് റീനെയിം ചെയ്താൽ മതി. അല്ലാതെ 17, 18, 19 അങ്ങനെ. അപ്പോൾ സെറ്റാവും. നമുക്കിപ്പോൾ 32 പിന്നിൻ്റെ ചെയ്യാം, കാണിച്ചു തരാം. 18 പിന്നിൻ്റെ എടുത്തിട്ടുണ്ട്. 18 പിന്നിൻ്റെ അവിടെ വെക്കുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഡീകമ്പോസ് ചെയ്യുക. ചെറിയ വലുതാക്കുക. ഇത് രണ്ടും ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി പിന്നുകൾ സെലക്ട് ചെയ്യാം. ഒന്നെങ്കിൽ കോപ്പി ബ്ലോക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി ക്ലിപ്പ് കൊടുക്കുക. ഏത് കൊടുത്താലും മതി. ബ്ലോക്ക് കൊടുക്കുക, ഒന്ന് പേസ്റ്റ് ചെയ്യുക, സ്റ്റഡി എടുത്തിട്ട് മൈനസ് അമർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് ആവും. അപ്പോൾ റൊട്ടേറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് ഇതിൽ അലൈൻഡ് അല്ല. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് മിറർ ചെയ്താലും മതി. അപ്പോൾ കറക്റ്റ് അലൈൻഡ് ആയിട്ട് വരും. ജസ്റ്റ് ഇത് ഇങ്ങനെ മൂവ് ചെയ്ത് വയ്ക്കുക. ചിലപ്പോൾ ഇത്ര ആക്യുറേറ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ വ്യൂവിലൊന്ന് പോയിട്ട് സ്നാപ്പ് ഏറ്റവും മാക്സിമം വെച്ചിട്ട് അപ്പോൾ ചെറിയ രീതിക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ പോവുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ വരും, പിന്നെ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇവിടെ റീനെയിം ചെയ്ത് കൊടുത്താൽ മതി. 16 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയാണ് 17 വരിക. ഇനി ഇവിടെ നിന്ന് താഴത്തോട്ടാ, അപ്പോൾ താഴത്തോട്ട് അടിച്ചാൽ മതി. 32 നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ അടുത്തേക്ക് പോകും. 31, 30, 29, 29, 7. അതിങ്ങനെ എല്ലാതും കൊടുക്കുക കറക്റ്റായിട്ട്. ഓക്കെ കൊടുക്കുക. അപ്പോൾ എല്ലാതും കറക്റ്റായി. പിന്നിങ്ങിൻ്റെ ഓർഡറൊക്കെ ഇനി ഇവിടെ വേണമെങ്കിൽ പിന്നെ ഇങ്ങനെ ഐസ് മേലത്തെ ഭാഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ യു ഷേപ്പ് കൊടുക്കാം. ഷാർക്ക് എടുക്കുക, പോയിട്ട് ലൈനായിട്ട് വരയ്ക്കുക. കാണില്ലേ ഒന്നും. തൊട്ടിട്ട് ഈ മഞ്ഞ സാധനം പിടിച്ച് താറ്റി കഴിക്കാൻ മതി.
അതിന്റെ ആ സാധനം ഇതിന്റെ ചിലപ്പോ ഇതിവിടെ അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് വരിക ഈ മഞ്ഞ സാധനം. അത് ഏതെങ്കിലും ഒരെണ്ണം പിടിച്ച് ഡ്രാഗ് ചെയ്യുമ്പോ അറിയാം നമുക്ക്. കറക്റ്റ് യു ആക്കുക. അപ്പോൾ ഏകദേശം ഓക്കെ ഉണ്ട്. നീ ഇത് ഒക്കെ സെലക്ട് ചെയ്യുക. മേക്ക് എ ഡിവൈസ്. ഡിവൈസിന്റെ പേര് കൊടുക്കുക. ഡിവൈസിന്റെ പേര് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ചെയ്യും. ഞാൻ TDI തന്നെ കൊടുക്കണേ. 003 IC കാരണം യു കൊടുക്കണം. നെക്സ്റ്റ് പേര് കൊടുക്കുക. പേര് കൊടുക്കുക. ഡിവൈസ് ആയാലും എന്തിട്ടാണോ അതേമാതിരി കൊടുത്താൽ മതി. അത് ചിലപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പറയും എന്തൊരു ഡിവൈസിന് എന്തിട്ടൊക്കെ കാറ്റഗറി കൊടുക്കണ്ടെന്നൊക്കെ. ചിലപ്പോൾ ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ലേ. അപ്പോൾ എന്തായാലും കൊടുത്ത് വിടുക. യൂസർ ഡിവൈസിൽ സേവ് ചെയ്യുക. ഓക്കെ, ഇതിൽ വരും, ഇവിടെ വരും. അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വരുള്ളൂ. ഇവിടെ PCBയിൽ വരില്ല. PCBയുടെ ചെയ്യാനാണ് ചെയ്യാൻ പോണത്. അതേമാതിരി PCBയിൽ പോവാ. സെയിം കമ്പോണന്റ് എടുക്കുക. ഇതിൽ പോവാ. ഇതിലാട്ട പോണ്ടേ. ഇതിൽ പോയിട്ട് P കൊടുക്കുക. സെയിം കമ്പോണന്റ് നേരത്തെ എടുത്ത കാര്യം എടുക്കുക. അവിടെ വെക്കുക. മൈനസ് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് ആവും. അപ്പം ഞാൻ മൈനസ് അടിച്ചപ്പോൾ തന്നെ ഡീകമ്പോസ് കൊടുക്കുക. എസ് കൊടുക്കുക. അടിച്ചിട്ട് നിൽക്കുക. ഇതിന് ഓരോ അളവുണ്ടാവും. അപ്പോൾ ആ അളവ് ഇങ്ങനെ വെക്കാനാണ് ഇതെടുക്കുക. ഡയമെൻഷൻ മോഡ്. അതിൽ പോയിട്ട് ജസ്റ്റ് ഇങ്ങനെ വരച്ചാൽ മതി. ഇവിടെ ആവില്ലേ. ആക്കണമെങ്കിൽ ഇതിവിടെ ഈ ഇല്ലേ ചെറുത് ഇങ്ങനെ വൈറ്റ് ഷെയ്ഡ് വരും. ഇത് ഓഫ് ചെയ്യണമെങ്കിൽ മാറും. കണ്ട വൈറ്റ് ഷെയ്ഡ് ഇല്ലേ, അവിടുത്തെ ഞാൻ ആവും. ഇപ്പോൾ ഞാൻ 10 വെക്കുകയാണെങ്കിൽ 10 വയ്ക്കുക. അമർത്തി പിടിച്ചിട്ട് ആരോ കീ അമർത്തുകയാണെങ്കിൽ നീങ്ങും. മാറ്റിൻ്റെ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒക്കെ. പിന്നെ ഈ റെഫറൻസിനായിട്ട് ലൈൻ വരയ്ക്കണമെങ്കിൽ ജസ്റ്റ് ഈ ലൈൻ എടുക്കുക. വേറെ കളർ ഇട്ടോ എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഏകദേശം കുഴപ്പമില്ല. ഇവിടെയും കുഴപ്പമില്ല. ഇത് ഇച്ചിരി കൂടി നീങ്ങാണ്ട്. ഇപ്പം ചെറുതായി നീക്കുക. ഓക്കെ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈനൊന്നും വേണ്ട, അതായത് ഡിലീറ്റ് ചെയ്തതാണ്. അതേമാതിരി തന്നെ ഹൈറ്റും സെറ്റ് ചെയ്യുക. ഹൈറ്റ് എത്രയിലാണ് പറയുന്നത് അത്രയിൽ സെറ്റ് ചെയ്യുക. പിന്നെ പിന്നിൻ്റെ ഈ ഡിസ്റ്റൻസ് ഒക്കെ പറയാം ചിലപ്പോൾ.
ഈ പിന്നുമായിട്ട് ഡിസ്റ്റൻസ് ഒക്കെ. അപ്പോൾ ആദ്യം 2 ലൈൻ വരികയാണ്. ഈ പിന്നിൻ്റെ ഈ നടുക്ക് വെച്ചാൽ മതി. കറക്റ്റ് നടുക്ക് വെച്ചിട്ട് നടുക്കെന്നാവും പറയണ്ടാവുക മിക്കവാറും. നടുക്ക് വെക്കുക. എത്രയാണോ ഡിസ്റ്റൻസ് നമുക്ക് അവർ പറയണേ, അപ്പോൾ 2.2 എടുക്കാൻ വയ്ക്കുക. 2 mm ആണെങ്കിൽ ഇവിടെ വയ്ക്കുക. ആദ്യം ഈ ലൈൻ സെറ്റ് ചെയ്താൽ മതി, എന്നിട്ട് ആ സാധനം മൂവ് ചെയ്യാൻ. എന്നിട്ട് ഈ പിന്നുകൾ മൂവ് ചെയ്യുക. ഏകദേശം സെൻറ്ററിലേക്ക് വയ്ക്കുക. പിന്നെ സെൻറ്ററിലായിട്ട് അതേമാതിരി ഇതും സെൻറ്ററിലേക്ക് വയ്ക്കുക. ഈ സാധനം വരുന്നത് ഇതിൽ മാറ്റാൻ പറ്റും. ഡിസൈൻ റൂളിൽ ക്ലാസ്സിൽ അല്ല, ഈ പാഡ് സൈസ് ക്ലിയറൻസ് ഇല്ലേ, അത് ചെറുതായിരുന്നു കുറച്ചാൽ മതി. അപ്പോൾ ഈ ഇത് പോകും. കണ്ട, അപ്പോൾ ആ സാധനം പോയി. അത് ഈ പാഡിനെ ആ ക്ലിയറൻസ് ഒന്ന് ചെറുതായി കുറയ്ക്കുക. അപ്പോൾ എറർ ഉണ്ടാവില്ല. ഇതേമാതിരി എല്ലായിടത്തും ഇങ്ങനെ ചെയ്യുക. ഇത് ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞാൽ എല്ലായിടത്തും പോയി ചെയ്യണമെന്നില്ല. ഇതൊന്നും ജസ്റ്റ് ബേസ് കോപ്പി ചെയ്യുക, കോപ്പി ബ്ലോക്ക് അടിക്കുക, അതേമാതിരി തന്നെ ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കുക. അങ്ങനെ എന്നിട്ട് വെച്ച് 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 പോയാൽ മതി. അല്ലാണ്ട് എല്ലായിടത്തും പോയി ചെയ്യണമെന്നില്ല. ഞാൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്യുക. ചെറുതൊന്ന് ഇവിടെ തന്നെ കാണിക്കും. പാഡ് റെസിസ്റ്റും റെസിസ്റ്റൻ്റ് പാഡും ആണ് കുറവ്. രണ്ടും ചെറിയ വർക്ക്.
എല്ലാം കോപ്പി ചെയ്യാം. ചോദിക്കാം. നീ അതിൽ നമ്പർ ഇതൊക്കെ കളഞ്ഞോ? എന്നിട്ട് കാവ്യ നമ്പർ അതൊക്കെ ഇതില് വേറൊരു പരിപാടി ഉണ്ട്. ഇതിൽ പോയിട്ട് ഈ സംഭവം കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ്ങില് ഇപ്പൊ ഞാൻ ഇവിടെ 3 വരെ ചെയ്തു. ഇനി 4 കൊടുത്താൽ സ്ട്രിങ് 4 കൊടുക്കുക. ത്രീ ഫോർ അങ്ങനെ 5 7 8 9 10 11 12. ഇവിടെ ഇങ്ങനെ ഈക്വൽ ടു വരും. അപ്പൊ കറക്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. 15 16 17 നമുക്ക് 32 പിന്നല്ല 16 പിന്ന് വരെ ഇതോടെ മതി. ഇത് മേലെ കൊണ്ടുപോകാം. ഇപ്പൊ ഇത് കറക്റ്റ് വെക്കാനായിട്ട് ലൈൻ വരയ്ക്കുക. ഇതൊക്കെ കൂടി സെലക്ട് ചെയ്യുക, മേലോട്ട് വയ്ക്കുക. അല്ലെങ്കിൽ ഈ സാധനം മാത്രം കോപ്പി ചെയ്താൽ മതി. കോപ്പി കൊണ്ട് വയ്ക്കുക. മറ്റേതിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. പതിനേഴ് തൊട്ടല്ലേ? 7 8 19 20 21 2 23 24
അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൽ വേണമെങ്കിൽ ആ യൂസ് എന്തായാലും ഇവിടെ കൊടുക്കാം. അതിന് തന്നെ എടുക്കുക, ഫ്ലെയിം എടുക്കുക, വരച്ചാലും മതി. ഒന്നെങ്കിൽ ഈ സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലുണ്ടാവും. ഇത് ഈ സൈഡിലോ വന്ന ചില ടൈമിൽ ഈ സൈഡിൽ വരും. വരയ്ക്കുമ്പോൾ നെറ്റ് ഇതാണ്. സെൻറ്ററാണുണ്ട്. സെൻറ്ററൊക്കെ പോകത്തില്ല. ഇത് മേക്ക് പാക്കേജ് ഇതിൻ്റെ പേര് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പിക്സ് കൊടുക്കാം. ത്രോള് ഇത് ഏതെങ്കിലും സേവ് ചെയ്ത് കിട്ടോ, അത് കുഴപ്പമില്ല, ഏതെങ്കിലും നോക്കില്ല. ഈ 3D മെക്കാനിക് മോഡൽ കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയ മോഡൽ കാണാൻ പറ്റും. ആ മോഡൽ ഇവിടെ ഓക്കെ കൊടുക്കുക. ഇനി ഇപ്പോൾ ഇതുണ്ടാക്കി, ഇനി ഇത് രണ്ടും കൂടി ലിങ്ക് ചെയ്യണം. പിന്നെ സ്കീമാറ്റിക്കിൽ പോവാം. ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, പാക്കേജിങ് ടൂൾസ് എല്ലാം ഓക്കെ കൊടുക്കുക. ഇനി ഇവിടെ ചിലപ്പോൾ വന്ന് എടുക്കണ്ടാവും, അത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. എൻ്റെ വന്നിട്ടില്ലേ, അതിനെ ആഡ് ചെയ്യാം. നമ്മുടെ പേര് കൊടുക്കാം, ഇവിടെ അങ്ങനെ വരും. ഇത് വരും, ഓക്കെ കൊടുക്കുക. ഇത് വരും. ഇതിൽ പിന്നൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇനി കഴിഞ്ഞ സെയിം പാക്കേജ് കൊടുക്കുക. ഇതിൽ എവിടെ യൂസർ ടിവിസിയിൽ കൊണ്ട് സേവ് ചെയ്താൽ മതി. സേവ് പാക്കേജ് ഇവിടെ പോയിട്ട് DVD അടിച്ചു കഴിഞ്ഞാൽ രണ്ടും വരും. ഇതേമാതിരി അങ്ങനെ അത്ര ഉള്ളൂ. സേവ് ചെയ്യാൻ